ഹലോ, അച്ഛൻ്റെ വീണ്ടും വീട്ടിൽ നിന്ന് പെട്ടി കൊടുത്ത് വിട്ടിട്ടുണ്ട്. നല്ല കനത്തേൽ എന്തോ കൊടുത്തു വിട്ടേക്കുവാന്ന് തോന്നുന്നു. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്തു പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ. വോയിസിൽ ചെറിയ വ്യത്യാസമുണ്ട്, പനിയൊക്കെ ആയിരുന്നു, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മളിതെടുത്ത് നമ്മുടെ അടുക്കളയിൽ കൊണ്ടുവന്ന് നമ്മൾ വട്ടം പിടിച്ചിരിക്കുകയാണ് പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടി പൊട്ടിച്ചാലോ? സ്റ്റാർട്ട് ചെയ്യാം. പറയുന്ന അത്രയും സിമ്പിളായിട്ട് ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടാണ് അച്ഛൻ ഇത് പൊതിഞ്ഞ് പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് കുറേ ടൈം എടുത്ത് ഇത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടി തുറന്ന് നോക്കിയപ്പോൾ അകത്ത് വേറൊരു പെട്ടിയുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. അപ്പോൾ എന്തൊക്കെയാണ് കൊടുത്ത് വിട്ടേക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ അലുവയാണ് എടുത്തത്. ചേട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ഛൻ കൊടുത്തു വിട്ടതാണ്. 2 കിലോ അലുവ, 1 കിലോ എള്ളലുവയും 1 കിലോ സാധാരണ അലുവയും പിന്നെ കുറച്ച് ഉപ്പേരിയും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. അവർക്ക് അവിടുന്ന് ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേറെ പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകണ്ട. എന്തെങ്കിലും ഇതുപോലത്തെ ഐറ്റംസ്, ചിപ്സോ അലുവയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ സാധാരണ കൊണ്ടുപോകാറുള്ളൂ. പിന്നെ ആ കവറിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് അരിപ്പൊടിയാണ്. അതെങ്ങും കൊണ്ടുപോകാനല്ല, വീട്ടിലെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ സെറ്റായില്ലേ? അപ്പോൾ അടുത്ത ബോക്സ് എന്താണെന്നല്ലേ? അടുത്ത ബോക്സ് ഞങ്ങളുടെ കസിൻസിന് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ചേട്ടൻ പോകുമ്പം അവർ വന്ന് പിക്ക് ചെയ്തോളും. അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് ബോക്സ്. നമ്മുടെ പെട്ടിക്കകത്ത് ഈ പെട്ടി ഇരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ സാധനങ്ങൾ എല്ലാം കൂടെ എടുത്തിട്ട് വെക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മളിത് പെട്ടി പൊട്ടിച്ച് അതെന്താണെന്ന് അറിഞ്ഞിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എയർപോർട്ടിലാണെങ്കിലും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുപോകലെന്നാണ്. അതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചു, അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ അതിനകത്ത്. അപ്പോൾ ഇതേ നമ്മൾ അൺബോക്സ് ചെയ്തു നോക്കുവാണ്. അതിൻ്റെ അകത്ത് ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ബോക്സ് അല്ല, ഒരു കാർഡ് പോലെ. അതെന്തുവാന്ന് അറിയത്തില്ല. ഞങ്ങളിങ്ങനെ വണ്ടറടിച്ചിരിക്കുവാണ് എന്തുവാന്ന് നോക്കിയിട്ട്. മനസ്സിലായില്ല സത്യത്തിൽ എന്തോ എഴുതിയേക്കുന്നതെന്ന്. അച്ഛനാണോ എഴുതിയത് അതോ വല്യമ്മയാണോ എഴുതി വെച്ചതെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അതെടുത്ത് മാറ്റി വെച്ചിട്ട് എന്തൊക്കെ സാധനങ്ങളെന്ന് നോക്കാൻ തുടങ്ങി. കുഞ്ഞിന് ഉള്ള മരുന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ മരുന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ബില്ല് വേണം. അപ്പോൾ അത് നോക്കി നമ്മൾ ബില്ലുണ്ടോയെന്ന്, ബില്ല് സഹിതം നമുക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് മാങ്ങയൊക്കെ ആയിരുന്നു. അത് നമ്മൾ പൊട്ടിച്ചില്ല, അതുപോലെ തന്നെ വെച്ചു മാങ്ങ. പിന്നെ അവന് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിന്. അതിന് ചക്കയുപ്പേരി ഉണ്ടായിരുന്നു അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എടുത്തത് കാന്താരിയാണ്. ഇതെടുത്തപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് സത്യത്തിൽ വന്നത്. ഞങ്ങളൊരു 3 മാസത്തേക്ക് കല്യാണം കഴിഞ്ഞിട്ട് ദുബൈയിൽ പോയിട്ടുണ്ടായിരുന്നു, ഞാനും അമ്മയും. ഇതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ കെട്ടിപ്പെറുക്കി ഒരു മാസം കൊണ്ട് ഞങ്ങൾ ലിസ്റ്റ് എഴുതി ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച് ആ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് പെട്ടെന്നുണ്ടായി. ഉണക്കമീൻ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അമ്മ ചോദിക്കും അവർക്ക് വല്ലതും കുഴപ്പമുണ്ടോ, നമ്മളിത് പൊട്ടിച്ചൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സ്വന്തം വല്യമ്മയുടെ മോളാണ്, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, അതെടുത്തു വെച്ചു. പിന്നെ എന്തോ ഒരു അച്ചാർ, അത് മുളക് പൊടിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പൊട്ടിച്ച് നോക്കിയത്. അത് പക്ഷേ നമ്മുടെ ഈന്തപ്പഴം അച്ചാറായിരുന്നു. അതും കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അവന് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടാണ് വല്യമ്മ ഈന്തപ്പഴം അച്ചാർ. അപ്പോൾ പ്രവാസികളായിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കെട്ടിപ്പെറുക്കി അവിടെ പോകുന്നത്, അവിടെ സാധനങ്ങളില്ലേ എന്ന്. നല്ല ചിലവാണ്. അത്യാവശ്യം 2 പേർക്കുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല എമൗണ്ട് ആകും നമുക്ക് ചിലവിനും ഒക്കെ കൂടെ. അപ്പം സേവിങ്സ് പിന്നെ കാണില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് നിൽക്കാൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലം തന്നെയാണ്. അപ്പോൾ ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വാഴയില. അപ്പോൾ നമ്മുടെ വിഷു ഒക്കെ വരുമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം, ഒരു നാടൻ ഫീലിംഗ്. ഇവിടുന്ന് കൊടുത്തു വിടുമല്ലേ. അപ്പോൾ വാഴയില ഉണ്ടായിരുന്നു, അത് കൊടുത്തു വിട്ടു. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കഴിക്കാനായിരിക്കും, വിഷുവിൻ്റെ അന്ന് സദ്യയൊക്കെ വെച്ച് കഴിക്കാനായിരിക്കും. പിന്നെ ഉള്ളത് കറിവേപ്പിലയായിരുന്നു. ഇതൊക്കെ നമ്മൾ സാധാരണ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. അപ്പം ഞങ്ങൾ കൊണ്ടുപോയപ്പം തേങ്ങയൊക്കെ കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി, കാരണം നമുക്കറിയാം അവിടുത്തെ എമൗണ്ടും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ പുളിയ അങ്ങനത്തെ ഉള്ള സാധനങ്ങളും എല്ലാം, പുളി, തേങ്ങ ഒന്നും വിട്ടില്ല. സത്യത്തിൽ ഡ്രസ്സ് വളരെ കുറവും സാധനങ്ങൾ വളരെ കൂടുതലായിട്ടാണ് എടുത്തത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.